നമുക്ക് ഈ ചൂടിനെ കുടിക്കാൻ ഒരു പ്രത്യേക ഐറ്റം ചാച്ചനെടുത്തോണ്ടെന്ന് പറഞ്ഞു. അതെന്നാ ഐറ്റം? അത് വത്തക്ക എല്ലാം കൂടി കൂട്ടി, വത്തക്ക, പാല്, ഈത്തപ്പഴം, മുന്തിരി എല്ലാം കൂടി കൂട്ടി ജ്യൂസ് അടിച്ചിട്ട് അതാണ് സ്പെഷ്യൽ. ചാച്ച നമ്മുടെ തണലിൽ കൊടുക്കുന്ന ഐറ്റമാണ്. ഒരുപാട് പേര് ഈ സാധനം ചോദിച്ചു വരാറുണ്ട്. നമ്മുടെ സാഹചര്യം പറഞ്ഞായിരുന്നു സംഭവം ഉണ്ടല്ലേ? ഒത്തിരി ആൾ വരുന്നുണ്ട്. ഇപ്പൊ ഇത് കംപ്ലീറ്റ് നമുക്ക് വൈറ്റമിൻസ് ആണല്ലേ? വൈറ്റമിൻസ് വെച്ച് ഈന്തപ്പഴം ഉണ്ട്, ഇതിനകത്ത് മുന്തിരി ഉണ്ട്, കസ്കസ് ഉണ്ട്, പാലുണ്ട്, വത്തക്കയുണ്ട്, പഴമുണ്ട്, പിന്നെ ഇതിനാ സാധനം ഐസ്ക്രീമും ഉണ്ട്. ചാച്ചന് ഈ ജ്യൂസുകളൊന്നും അല്ലാതെ ഈ പണ്ട് കാലത്ത് ഈ കരിമ്പിൻ ജ്യൂസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ? ഒരുപാട് ചെയ്യുമായിരുന്നോ? ഈ താടി നല്ല അടിപൊളിയാണല്ലോ ചാച്ച. ഈ കരിമ്പിൻ ജ്യൂസിന്റെ താടിയെ പറ്റി പലരും അഭിപ്രായം പറയാറുണ്ട്. ആടാ, ഈ താടിയുള്ളപ്പനെ പേടിയുള്ളൂ ശരിയായിരിക്കും. ഈ കരിമ്പ് ജ്യൂസിന്റെ ഈ പരിപാടിയൊക്കെ എങ്ങനെയാ അതുണ്ടാക്കുന്നത്? കരിമ്പ് ജ്യൂസ് രണ്ട് അങ്ങോട്ട് മെഷീനിലോട്ട് കരിമ്പ് വെച്ച് കൊടുക്കും. അത് രണ്ട് അപ്പം ചതയും. അത് അന്നേരം ഒരു നാരങ്ങ മുറിച്ചൊരു പീസങ്ങ് വയ്ക്കും. ഇച്ചിരി ചുക്കിൻ്റെ പൊടി, ചുക്ക് പൊടി ഇട്ട് കഴിഞ്ഞെടുത്താൽ ജ്യൂസ് സംഭവം അടിപൊളി. നമ്മൾ ഈ കൊടുക്കുന്ന അന്നത്തെ ഗ്ലാസ്സുകളൊക്കെ എങ്ങനെ? ഗ്ലാസ് വലിയ ഗ്ലാസ്സിനാ ഗ്ലാസ്, ഇതേപോലത്തെ ഗ്ലാസ്. വെള്ളം അന്ന് മറ്റേ ഐസ് കട്ടയൊന്നും ഇല്ല? ഐസ് കട്ടയൊന്നുമില്ല. പിന്നെ ഇത് തന്നെ ആയിട്ടോ അടിച്ചങ്ങ് കൊടുക്കും. അതെ അല്ലേ? അപ്പൊ ഇത് ഒരുപാട് കാലം ചെയ്തോ? ഇത് നല്ലപോലെ ചെയ്തു. അതെ അല്ലേ? കരിമ്പ് എവിടുന്ന നമ്മൾ ഇറക്കുന്നത്? വണ്ടിക്കാർ കൊണ്ടുവരും. വണ്ടിക്കാർ കൊണ്ടുതരും, ലൈനിൽ വരുമല്ലോ. അപ്പൊ അങ്ങനെയാണ് പരിപാടി. അവരിറക്കി തരും. അപ്പൊ അങ്ങനെയാണ്. നമുക്ക് തുടങ്ങിയാലോ? ഇത് തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. ഇതിപ്പോ എന്നാ ചെയ്യാൻ വേണ്ടി പോകുന്ന ചാച്ചാ? ഇത് ആദ്യം മിക്സിക്കകത്ത് ഇടുന്നു. ഇതെല്ലാം കൂടി എടുത്ത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് പിന്നെ നമ്മള് കുടിക്കുകയാണ്. പിന്നെ അതവിടെ നമുക്ക് നോക്കിയാലോ? നോക്കിയാൽ ഒരു കുഴപ്പമില്ല. ആദ്യം ഞാൻ ഈത്തപ്പഴം ഇടുവാണേ. ഈത്തപ്പഴം ഇട്ടു. വത്തക്ക ഇട്ടു. ഈത്തപ്പഴം മുറിച്ചിടുക. രണ്ട് പഴമാണ് ചാച്ച ഇടുന്നേ? രണ്ട് പഴം ഇട്ടു. പാലൊഴിക്കാൻ വേണ്ടി പോകണല്ലേ? എല്ലാ സാധനവും ഇതിലിട്ടു. ഇതൊന്ന് മിക്സിക്കകത്ത് അടിക്കുന്നു, ഗ്ലാസ്സിൽ പകർത്തുന്നു. ചാച്ചാ, നമ്മുടെ ജ്യൂസ് വന്നല്ലേ? ജ്യൂസ് വന്നു. ഇനിയിപ്പോ അടുത്ത പരിപാടി തന്നെ ചാച്ചാ? ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഐസ്ക്രീം അങ്ങോട്ട് ഇടും. ഐസ്ക്രീം ഇങ്ങോട്ട് ഇടാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് മുന്തിരിങ്ങി കസ്കസും കൂടെ ഇടും. അങ്ങനെ തന്നെയാണോ? നമ്മുടെ ശരിയാണ്. അങ്ങനെ ശരി തന്നെ. നീ ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ നീ? പിന്നെ എങ്കിലും എനിക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ അറിയത്തില്ല. ഇങ്ങനെയൊക്കെ തന്നെ. നമുക്ക് ഐസ്ക്രീം ഇടാം. ഇതൊന്ന് ഇളക്കുവാണേ. ഒന്നാം ചാച്ചാ, നമ്മൾ ഈ ഐസ്ക്രീം ഇടുന്നത് ഇതിനകത്ത് പഞ്ചസാര ഇടാത്തോണ്ടാണ്? അതെ, പഞ്ചസാര ഇടാത്തോണ്ടാ. അതാണല്ലേ ഐസ്ക്രീം? അതാണ് അതിന്റെ ഗുണം. നല്ല കളറങ്ങ് മാറി അല്ലേ? വത്തക്കയുടെ കളറങ്ങ് മാറി. ഈന്തപ്പഴത്തിന്റെ കളറും അതെല്ലാം കൂടെ വന്നല്ലേ? ഇത് ശരിക്കും ദാഹവും മാറും, വിശപ്പും മാറും, നല്ല ആരോഗ്യം വരും. കസ്കസ് എന്തിനാ വെച്ചാൽ നല്ല തണുപ്പ് കിട്ടും. നല്ല തണുപ്പ് കിട്ടും. രണ്ട് മുന്തിരി ഇടും കേട്ടോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് പോഷക സമ്പുഷ്ടമാണ്. പിന്നെ അച്ഛാ, സംഭവം പകർത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചാച്ചന്റെ സ്വന്തം മകളെ തന്നെ വിളിക്കാം കേട്ടോ. രണ്ടുപേരും ഇവിടെ ഉണ്ട്. വാ വാ ചേച്ചി, വാ. കുടിക്കേ. ഓ, നിങ്ങൾ ഈ പണ്ട് ഈ കല്യാണത്തിന് കുടിക്കുന്നത് പോലത്തെ അല്ലേ ചാച്ചാ? അതൊരു കല്യാണം, ഒരു കാഴ്ച കാണാൻ പറ്റിയല്ലോ അല്ലേ? ഇപ്പൊ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. സാജേട്ടാ, എങ്ങനെയുണ്ട്? സാധനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഗംഭീരം, അടിപൊളിയാണല്ലേ? ഇപ്പൊ നമ്മള് എന്തോ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മള്
ഇന്റർലോക്ക് ആയിരുന്നു. അപ്പോൾ ഇന്റർലോക്കിന്റെ കൂടെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് മോഡലിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ കരിങ്കല്ല്, കടപ്പ, തന്തൂർ സ്റ്റോൺ. പിന്നെ കരിങ്കല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. പിന്നെ ഇന്റർലോക്കിന്റെ തന്നെ ഒരു പാറയാണ് 2x2. അപ്പോൾ ആ പാറ തന്നെ നമ്മൾ കരിങ്കല്ല് വിരിക്കുന്ന പോലെ തന്നെ വിരിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ കരിങ്കല്ലിനേക്കാളും കനം കൂടുതലാണ് ഈ സാധനം. അത് കരിങ്കല്ലിന് 50 mm ആണ് കനം. ഇതിന് ഏതാണ്ട് 70 mm കനം വരും. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിനേക്കാളും കൂടുതൽ ഗ്രിപ്പാണ്. സ്ലിപ്പ് ആവില്ല. മഴക്കാലത്തും അവൻ നിന്നോളും. അതാണ് എൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ 4 കല്ലുകൾ തമ്മിൽ വെച്ചിട്ട് അതിനിടയ്ക്ക് കോൺക്രീറ്റ് കയറും. കല്ലിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ കോൺക്രീറ്റ് വെച്ചൊരു 1/4 ഭാഗത്തോളം ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാന്ത് ഒഴിക്കും. ചാന്ത് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ പുല്ലും വെച്ച് കൊടുക്കും. പുല്ല് വെച്ചു. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ പുല്ലാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ്. അതാണ് കൂടുതൽ കാലം നിൽക്കുന്നത്. അത് നമ്മളെ ഈ പന്തുകളിക്കോറിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ടർഫിനൊക്കെ ചെയ്യുന്ന സാധനം. അപ്പൊ ചാച്ചനാണ് ഇതിന്റെ ഡിസൈനിങ്. ചാച്ചൻ നമുക്ക് ആദ്യമേ പറഞ്ഞു തന്നൊരു കലയാണിത്. അതിലേക്ക് വന്നിരിക്കുന്നത് ചിരി നോക്കി. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ചാച്ചൻ സൈറ്റിലൊക്കെ ചാച്ചൻ വരാറില്ലേ? ചാച്ചൻ വരാറുണ്ട്. അതെയല്ലേ? ഒന്നും പറയാനില്ല ചാച്ചാ, ഗംഭീരം, പൊളി. ഈ ചൂട് കാലാവസ്ഥയ്ക്ക് ഇത് കൂടി ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ ഒത്തിരി അസുഖങ്ങളൊക്കെ മാറും, ശരീരത്തിൽ ക്ഷീണം കുറയും, നല്ല ഉത്സാഹം ഉണ്ടാവും. അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് മാത്രമല്ല ചാച്ചാ, ഇതിനകത്ത് മറ്റേ നമ്മുടെ ബദാമും കസ്കസും ഒക്കെ ചേരുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനും ഗംഭീരമാണ്. ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒരുപാട് വത്തക്ക നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ വത്തക്ക ഇങ്ങനെയാക്കി കഴിക്കുകയാണെങ്കിൽ ഇരട്ടി ഗുണമാണ്. പാലും കൂടി ചേർന്നുണ്ടല്ലോ. അപ്പം നല്ലതാണ്. അതിൻ്റെ കൂടെ പഴവും. അതെ, അതിൻ്റെ കൂടെ പഴവും. അപ്പൊ പാലും പഴവും കൈകളിൽ എന്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അതിന്റെ ഗുണം ഇങ്ങനെയാവും. ഇല്ലാത്ത ആരോഗ്യം ഉണ്ടായി ഒരു മക്കളെ. അതെ. അപ്പൊ അശ്വിനെ, സംഭവം പൊളിയല്ലേ? അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് കാലാവസ്ഥയ്ക്ക് ഇത്തരം ഒരു ജ്യൂസ് നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം.